റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വർക്കല എസ്.എൻ. കോളേജിന്റെ 60ാം വാർഷികത്തിനായി സംഘടിപ്പിച്ച എക്സ്പോ പൂർത്തിയായിട്ടും പണം ലഭിച്ചില്ലെന്ന പരാതിയുമായി ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാർ. ദിവസം 55,000 രൂപ വെച്ച് പണം ലഭിക്കേണ്ടിയിരുന്നതാണ്. ആദ്യഘട്ടത്തിൽ 2 ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയിരുന്നെങ്കിലും പിന്നീട് പണം ലഭിച്ചിട്ടില്ല എന്ന പരാതിയാണ് ഇപ്പോൾ വരുന്നത്. വിശദാംശങ്ങളുമായി സുനിഷയുണ്ട്. സുനിഷ, ഇപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാർക്ക് പണം പകുതിയെ കൊടുത്തുള്ളൂ എന്നുള്ളതാണോ? ഇതേക്കുറിച്ച് എന്താണ് അധികൃതർ നൽകുന്ന മറുപടി? സ്മൃതി, എക്സ്പോ നടക്കുന്നത് ഡിസംബർ 19-ാം തീയതിയാണ്. അതായത് എസ്.എൻ. കോളേജിന്റെ 60ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ എക്സ്പോ നടക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് സംഘം എന്നുള്ള രീതിയിൽ മലപ്പുറത്ത് നിലമ്പൂരിൽ നിന്നുമാണ് ഒരു സംഘം ഇവിടേക്ക് എത്തിയത്. അവരോട് പറഞ്ഞിരുന്നത്, എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞിരുന്നത് 55,000 രൂപ ഒരു ദിവസം വെച്ച് നൽകുമെന്നുള്ളതായിരുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ അഡ്വാൻസ് എന്നുള്ള രീതിയിൽ 2 ലക്ഷം രൂപ നൽകിയിരുന്നു. പക്ഷേ 19-ന് ശേഷം ആ പരിപാടി നടക്കുന്ന വേളയിൽ പോലും പണം നൽകാൻ, അടുത്ത ഘട്ടത്തിലെ പണം നൽകാൻ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നാലെ തന്നെ ആദ്യം ഈ സംഘാടകരുമായി ഇവർ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പിന്നീടും പണം നൽകാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയാണ് 31-ന് സഹികെട്ട ഈ എക്സ്പോയിൽ നിന്നും പിൻവാങ്ങുന്നു, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രവർത്തിക്കില്ല എന്ന ഇവർ തന്നെ പറയുകയും ചെയ്യുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ എക്സ്പോ നിർത്തിവെക്കുകയും ചെയ്യുന്നുണ്ട്. ജനുവരി 4-ാം തീയതിയായിരുന്നു ഈ എക്സ്പോ പൂർത്തിയാകുകയും ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ അവർക്ക് ഒരു പണവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പരാതിയായി വന്നിരിക്കുന്നത്. ഈ ജനറേറ്റർ അടക്കം പുറത്തുനിന്നും വാടകയ്ക്കെടുത്താണ് ഇവർ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം വലിയൊരു തുക തന്നെ ചിലവായിട്ടുണ്ട്. ആ ചിലവായ തുകയെങ്കിലും, ഈ എക്സ്പോ നടന്ന സമയത്ത് ചിലവായ തുകയെങ്കിലും തിരിച്ചു നൽകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. നിലവിലിപ്പോൾ ഈ എസ്.എൻ. കോളേജിന്റെ പ്രിൻസിപ്പളുമായും സംഘാടകരുമായും അടക്കം ഇവർ സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കൃത്യമായൊരു മറുപടി നൽകാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമ്മളും ഇവരോടക്കം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനിയൊരു പണം ലഭിച്ചില്ല എങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ, പരാതി കൊടുത്തുകൊണ്ട്, കേസ് കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു നീക്കമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ്. നിലവിൽ 7-8 ലക്ഷത്തോളം രൂപ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടുകാർക്ക് മാത്രം നൽകാനുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അതേസമയം തന്നെ മറ്റ് ജീവനക്കാർക്കും ഇതേ രീതിയിൽ പണം നൽകാനുണ്ട് എന്നുള്ളതാണ് ആക്ഷേപമായി പല രീതിയിലും ഉയരുന്നത്. ഏതായാലും വലിയ തരത്തിൽ തന്നെ ഇവർ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുകയാണ്. സ്മൃതി. ശരി, സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്.